മനുഷ്യൻ പ്രായമാകുന്നത് തടയാനായി 2169 മനുഷ്യ ശരീരത്തിൽ ജനിതകമായി മാറ്റമുണ്ടാക്കിയിരുന്നു. 25 വയസ്സാകുമ്പോൾ കയ്യിലൊരു ടൈമർ തെളിഞ്ഞു വരും. കൂടാതെ ആയുസ് 1 വർഷം മാത്രമായിരിക്കും. വീണ്ടും ജീവിക്കണമെങ്കിൽ ജോലി ചെയ്യണം. ജോലി ചെയ്യുന്നതനുസരിച്ച് ടൈമർ കൂടിക്കൂടി വരും. അതായത് സമയമാണ് ലോകത്തിന്റെ പുതിയ കറൻസി. പണക്കാരായ ആൾക്കാർ ചിരഞ്ജീവികളാണ്. അവർക്ക് ആവശ്യത്തിലധികം സമയം അവരുടെ കയ്യിലുണ്ട്. പല ക്ലാസുകളിലുള്ള മനുഷ്യനെ വേർതിരിക്കുവാനായി രാജ്യത്തെ ടൈം സോണുകളായി തിരിച്ചിരിക്കുന്നു. പണക്കാരായ ആളുകൾ ജീവിക്കുന്ന സ്ഥലമാണ് ന്യൂ ഗ്രീൻവിച്ച്. അതേസമയം ഗെറ്റോയിൽ വിൽ തന്റെ അമ്മയായ റേച്ചലുമൊത്ത് ചെറിയൊരു അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത്. ഗെറ്റോ സാധാരണക്കാരായ ആളുകൾ ജീവിക്കുന്ന ടൈം സോണാണ്. അന്നന്ന് ജീവിച്ചു പോകാനുള്ള പണമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. ടൈം ഫൈറ്റിംഗ് വഴി കുറച്ച് പണം ഉണ്ടാക്കണമെന്ന് വില്ലിന് ആഗ്രഹമുണ്ട്. പക്ഷെ റേച്ചൽ അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. കാരണം അതൊരിക്കലും ശരിയായ രീതിയല്ല. മാത്രമല്ല അപകടകരവുമാണ്. വില്ലൊരു നല്ല മനുഷ്യനാണ്. എപ്പോഴും റോഡിൽ വെച്ച് കുഞ്ഞു മായയെ കാണുമ്പോൾ അവൾക്ക് അവന്റെ കുറച്ച് സമയം വിൽ നൽകുമായിരുന്നു. അതുവഴി മായയ്ക്കും കൂടുതൽ കാലം ജീവിക്കാമല്ലോ. വില്ലും അവന്റെ ഉറ്റ സുഹൃത്തായ ബോറലും അടുത്തുള്ള ഫാക്ടറിയിലാണ് ജോലി ചെയ്യുന്നത്. അവിടെയാണെങ്കിൽ ഭക്ഷണത്തിന്റെ വില ഓരോ ദിവസവും അവർ വർദ്ധിപ്പിക്കുകയാണ്. മാത്രമല്ല ടൈം അവസാനിച്ച് മരിച്ചു വീണ് കിടക്കുന്ന ആളുകളുടെ ശവശരീരങ്ങൾ അവിടെ സാധാരണമാണ്. ഓരോ ദിവസവുമാണ് അവർക്ക് ജോലിക്കുള്ള വേതനം നൽകുന്നത്. പക്ഷെ ഫാക്ടറി എപ്പോഴും ഓരോ എക്സ്ക്യൂസുമായി വന്ന് ജോലിക്കാർ ആ ദിവസത്തെ കോട്ട തികച്ചില്ല എന്നും പറഞ്ഞ് അവർക്ക് വേതനം കുറച്ചു കൊടുക്കും. ഒരു ദിവസം വൈകുന്നേരം വില്ലൊരു ബാറിലേക്ക് ഗാംബ്ലിങ്ങിന് വേണ്ടി പോവുകയാണ്. മറ്റൊരാൾ അവന് നൽകിയ 1 മണിക്കൂർ സമയം ഗാംബ്ലിംഗ് വഴി കണ്ടെത്തി തിരികെ നൽകാനാണ് അവൻ ശ്രമിക്കുന്നത്. അവൻ ബൊറേലിനെ അവിടെ വെച്ച് കാണുന്നു. അയാൾ കുടിച്ച് കീറിങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെ ഹെൻറി എന്നൊരാൾ എല്ലാവർക്കും ആവശ്യത്തിന് മദ്യം ഫ്രീ ആയി വാങ്ങിക്കൊടുക്കുകയാണ്. ഹെൻറിയുടെ കൈവശം 100 വർഷം ജീവിക്കാനുള്ള സമയമുണ്ട്. വില്ലിനാണെങ്കിൽ ധനവാനായ ഇയാൾ ബാറിൽ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലായില്ല. കൂടാതെ മറ്റുള്ളവരുടെ സമയം അപഹരിക്കുന്ന മിനിറ്റ്മെൻ എന്ന സംഘത്തിനെ കുറിച്ച് അയാളോട് വിൽ പറയുന്നുണ്ട്. പക്ഷെ ഹെൻറി അതൊന്നും ഗൗനിച്ചതേയില്ല. വിൽ ഭയന്നിരുന്നത് പോലെ മിനിറ്റ്മെൻ സംഘത്തിന്റെ ഗ്യാങ് ലീഡറായ ഫോർട്ടിസ് അവിടെ എത്തുകയും ടൈം ഫൈറ്റിന് വേണ്ടി ഹെൻറിയെ ക്ഷണിക്കുകയും ചെയ്തു. വില്ലൊഴികെ ബാറിലെ എല്ലാവരും അവിടെ നിന്ന് ഓടിപ്പോകുന്നു. വില്ലാണെങ്കിൽ ഒരിടത്ത് മാറി ഒളിച്ചു നിൽക്കുകയാണ്. ഹെൻറി ചലഞ്ചിന് സമ്മതിക്കുന്നു. പക്ഷെ തന്നെ ഒന്ന് വാഷ്റൂമിൽ പോകാൻ അനുവദിക്കണമെന്നും അയാൾ പറയുന്നു. ഹെൻറിയുടെ കൂടെ ഒരു ഗാർഡ് വാഷ്റൂമിലേക്ക് പോകുന്നു. ഈ അവസരം മുതലെടുത്ത് വില്ല ആ ഗാർഡിനെ അടിച്ചിടുകയും പുറകുവശത്തുള്ള വാതിൽ വഴി ഹെൻറിയുമായി രക്ഷപ്പെടുകയും ചെയ്യുന്നു. റോഡിലൂടെ കുറച്ചുനേരം ഓടിയ അവർ ഒരു പൊളിഞ്ഞ ഫാക്ടറിക്കുള്ളിൽ അഭയം പ്രാപിക്കുന്നു. രാത്രിയിലെ സുരക്ഷിതത്തിനു വേണ്ടി വാതിലകത്തു നിന്ന് ലോക്ക് ചെയ്യുന്നു. ഒരു പണക്കാരനായ മനുഷ്യൻ എന്തിനാണ് ഗെറ്റോയിൽ വന്നതെന്ന് വിൽ ചോദിക്കുന്നു. തനിക്ക് 105 വയസ്സായെന്നും ജീവിതം അടുത്തുകൊണ്ടാണ് ഗ്രീൻവിച്ച് വിട്ട് ഇങ്ങോട്ട് വന്നതെന്നും ഹെൻറി പറയുന്നു. എന്നാൽ നിങ്ങൾ ചെയ്തത് മണ്ടത്തരമാണെന്ന് വിൽ പറയുന്നു. ലോകത്തെക്കുറിച്ച് വില്ലിന് കാര്യമായി ഒന്നും അറിയാത്തത് ഹെൻറിയെ അത്ഭുതപ്പെടുത്തി. ഗെറ്റോയിലെ ആളുകൾ മരിക്കാൻ വേണ്ടിയാണ് ഗെറ്റോയിൽ ജീവിത ചെലവുകൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നതെന്നും കാരണം പാവങ്ങൾ മരിച്ചാൽ മാത്രമേ പണക്കാർക്ക് ജീവിക്കാൻ സാധിക്കൂ എന്ന് ഹെൻറി വിശദീകരിക്കുന്നു. ശേഷം വില്ലും ഹെൻറിയും പതുക്കെ ഉറക്കത്തിലേക്ക് വീണു പോകുന്നു. രാവിലെ വില്ലിനേക്കാൾ നേരത്തെ ഉണർന്ന ഹെൻറി അവന്റെ 5 മിനിറ്റ് ഒഴികെ മുഴുവൻ സമയവും വില്ലിന് നൽകുന്നു. കുറച്ചു സമയത്തിന് ശേഷം വിൽ ഉണരുന്നു. എന്റെ സമയം വെറുതെ നശിപ്പിക്കരുത് എന്നൊരു മെസ്സേജ് വിൽ ജനലിൽ കാണുന്നു. വിൽ പുറത്തേക്ക് നോക്കിയപ്പോൾ തന്റെ സമയം തീരുന്നതിന് തൊട്ടു മുൻപുള്ള നിമിഷം ഹെൻറി ഒരു പാലത്തിൽ ഇരിക്കുന്നത് കാണുന്നു. എന്നാൽ അവിടെ സെക്യൂരിറ്റി ക്യാമറകൾ ഉള്ള കാര്യം അറിയാതെ വിൽ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. പക്ഷെ അപ്പോഴേക്കും ഹെൻറി പാലത്തിൽ നിന്ന് താഴേക്ക് വീഴുകയും മരിക്കുകയും ചെയ്യുന്നു. വിൽ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ശേഷം അവൻ ബൊറേലിന്റെ വീട്ടിലെത്തുന്നു. അവിടെ വെച്ച് ബൊറേലിന്റെ ഭാര്യയെയും കുഞ്ഞിനെയും കാണുന്നു. വിൽ ബൊറേലിനോട് സ്വകാര്യമായി സംസാരിക്കുകയും 10 വർഷ സമയം അവന് സമ്മാനിക്കുകയും ചെയ്യുന്നു. കാരണം അവർ തമ്മിൽ അറിയാൻ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ സുഹൃത്തുക്കളായിട്ട് ഏകദേശം 10 വർഷമാകുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് വൈകുന്നേരം വിൽ തന്റെ അമ്മയെ കാണാൻ ബസ് സ്റ്റോപ്പിൽ കാത്തിരിക്കുന്നതാണ്. പക്ഷെ ബസ് വന്നിട്ട് അമ്മയെ അതിൽ കണ്ടില്ല. റേച്ചലിന് ഇനി ഒരു 1.5 മണിക്കൂർ സമയം മാത്രമേ ഉള്ളൂ. മാത്രമല്ല ഉച്ചയ്ക്ക് ശേഷം ബസ് ഫെയർ കൂടി. അതുകൊണ്ട് തന്നെ ബസ്സിന് കൊടുക്കാനുള്ള ടൈം റേച്ചലിന് ഇല്ലായിരുന്നു. വീട്ടിലേക്ക് റേച്ചലിന് എത്തണമെങ്കിൽ 2 മണിക്കൂർ നടക്കണം. എന്നാൽ അത്രയും സമയം അവളുടെ കയ്യിലില്ല. അതായത് തന്റെ മകനെ കാണണമെങ്കിൽ റേച്ചലിന് ഓടി വരേണ്ടി വരും. അതേസമയം കാര്യം മനസ്സിലാക്കിയ വില്ലും അമ്മയെ കാണാനായി ഓടാൻ തുടങ്ങി. ഒടുവിൽ അവർ രണ്ടുപേരും റോഡിൽ വെച്ച് കണ്ടുമുട്ടുന്നു. പക്ഷെ സമയം കഴിഞ്ഞു പോയിരുന്നു. വില്ലിന്റെ മുന്നിലെത്തിയ റേച്ചലിന്റെ സമയം തീരുകയും അവർ മരിച്ചു വീഴുകയും ചെയ്യുന്നു. പിറ്റേ ദിവസം ടൈം കീപ്പേഴ്സ് എന്നറിയപ്പെടുന്ന പോലീസുകാർ ഹെൻറിയുടെ ശവശരീരം നദിയിൽ കണ്ടെത്തുന്നു. ഹെൻറിയുടെ സമയം അപഹരിക്കുവാനായി ആരോ ഹെൻറിയെ കൊന്നതാണെന്നും ഏജന്റ് ലിയോൺ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി ഫുട്ടേജ് പരിശോധിക്കാൻ അയാൾ സഹപ്രവർത്തകരോട് നിർദ്ദേശിക്കുന്നു. ക്യാമറയുടെ പൊസിഷൻ കാരണം ബോഡി വെള്ളത്തിലേക്ക് വീഴുന്ന ഫുട്ടേജ് അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷെ അവർ വില്ലിന്റെ മുഖം ക്യാമറയിൽ കാണുകയും അവനാണ് ഹെൻറിയുടെ മരണത്തിന് ഉത്തരവാദിയെന്ന് കരുതുകയും ചെയ്തു. അതേസമയം അമ്മയുടെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ നടക്കുകയാണ് വിൽ. അവൻ ഒരു ലിമോ കാർ വാടകയ്ക്ക് എടുക്കുന്നു. ഒരു പണക്കാരനാണെന്ന് കാണിക്കാൻ കോട്ടും സ്യൂട്ടും അണിഞ്ഞാണ് നടപ്പ്. ഡ്രൈവറുമായി അയാൾ ന്യൂ ഗ്രീൻവിച്ചിലേക്ക് പോവുകയാണ്. ഓരോ ടൈം സോൺ കടക്കുമ്പോഴും വലിയൊരു തുകയാണ് ടോൾ ആയി കൊടുക്കേണ്ടി വരുന്നത്. സിറ്റിയിലെത്തിയ വിൽ നല്ലൊരു ഹോട്ടലിൽ മുറിയെടുക്കുന്നു. കാറിൽ അവിടെ വന്നിറങ്ങിയ വില്ലിനെ സിൽവിയ എന്നൊരു പെൺകുട്ടി ശ്രദ്ധിക്കുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ സിൽവിയ ദൂരെ നിന്നും വില്ലിനെ നോക്കുന്നുണ്ടായിരുന്നു. വിൽ ഇവിടെയെങ്ങും ഉള്ളതല്ലെന്ന് വെയിട്രസിന് മനസ്സിലായി. എങ്കിലും അവൻ നല്ലതുപോലെ ടിപ്പ് നൽകുന്നതിനാൽ അവനെ വളരെ
ബഹുമാനത്തോടെയാണ് അവർ ട്രീറ്റ് ചെയ്തത്. കസീനോയിലേക്ക് പോകുന്നുവെങ്കിൽ കൂടുതൽ നല്ല ഡ്രസ് ഇടേണ്ടി വരുമെന്ന് വെയിട്രസ് വില്ലിനോട് പറയുന്നുണ്ട്. കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ വിൽ ഒരുപാട് ടൈം സോൺ ക്രോസ് ചെയ്തതിനാൽ സിസ്റ്റത്തിൽ അത് സംശയകരമായി കാണപ്പെട്ടു. അതുകൊണ്ട് തന്നെ ടൈം കീപ്പേഴ്സ് വില്ലിന്റെ ഇപ്പോഴത്തെ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നു. വില്ലിന്റെ അച്ഛനെയും താൻ ഇതുപോലെ ചേസ് ചെയ്തിട്ടുണ്ടെന്ന് ലിയോൺ ഓഫീസിലുള്ളവരോട് പറയുന്നു. വൈകുന്നേരം നല്ലൊരു സ്യൂട്ടും അണിഞ്ഞ് വിൽ കസീനോയിലേക്ക് പോകുന്നു. എന്നാൽ ഗാർഡ്സ് അവനെ തടയുകയും മെമ്പർ അല്ലാത്തതിനാൽ 1 വർഷത്തേക്കുള്ള ഡൊണേഷൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഡൊണേഷൻ നൽകിയ ശേഷം പോക്കർ ടേബിളിലെത്തിയ വിൽ വെയ്സ് എന്നൊരാളെ പരിചയപ്പെടുന്നു. അയാൾ ടൈം ലോൺ കൊടുക്കുന്ന ബിസിനസ്സുകാരനായിരുന്നു. ഗാംബ്ലിംഗിൽ വലിയൊരു ടൈം എമൗണ്ട് ബെറ്റ് ചെയ്യാൻ അയാൾക്ക് മടിയില്ലായിരുന്നു. വെയ്സിന്റെ മകളായ സിൽവിയെയും കളി കാണുവാൻ അങ്ങോട്ടേക്ക് എത്തി. അവന്റെ കയ്യിലുള്ള എല്ലാം ബെറ്റ് വെക്കുന്നതിനിടയിൽ വിൽ അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ റിസ്ക് വില്ലിന് ഒരുപാട് ഗുണം ചെയ്തു. കാരണം ആ കളി വിൽ ജയിക്കുന്നു. വെയ്സിനെ ഇത് ഇംപ്രസ് ചെയ്യിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വെയ്സിന്റെ അടുത്ത പാർട്ടിയിലേക്ക് വില്ലിനെ ക്ഷണിക്കുന്നു. പിറ്റേ ദിവസം വളരെ വില കൂടിയ ഒരു കാർ മേടിച്ചുകൊണ്ട് വിൽ പാർട്ടിക്ക് വരുന്നു. സിൽവിയയ്ക്ക് വില്ലിനെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ കൂടെ ഡാൻസ് കളിക്കാൻ വില്ലിനെ ക്ഷണിക്കുന്നു. അതിനിടയിൽ നീ ഗെറ്റോയിൽ നിന്നാണ് വരുന്നതെന്ന് എനിക്കറിയാമെന്ന് സിൽവിയ വില്ലിനോട് പറയുന്നു. ഗെറ്റോയിൽ നിന്നുള്ള ആളുകളോട് എനിക്ക് അസൂയയാണ്. കാരണം അച്ഛന്റെ ഗാർഡുകളാണ് എപ്പോഴും എന്റെ ചുറ്റും. എനിക്കൊരു സ്വാതന്ത്ര്യം ഇല്ലാതെയുള്ള ജീവിതമാണ്. എന്തെങ്കിലും മണ്ടത്തരം കാണിക്കലോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യണ്ടേ? എനിക്ക് ഫ്രീ ആയി നടക്കണം. വില്ല് ആരും കാണാതെ അവളെയും കൊണ്ട് വീടിന് പുറകിലെ ബീച്ചിലേക്ക് പോകുന്നു. അവിടെ സ്കിന്നി ഡിപ്പിംഗ് അഥവാ വസ്ത്രമില്ലാതെ കുളിക്കാമെന്ന് വിൽ പറയുന്നു. ഒരുതരം ഫൂളിഷ് പക്ഷെ രസമുള്ള ഒരു കാര്യം. വിൽ പറഞ്ഞത് കേട്ട് ആദ്യം സിൽവിയെ മടിക്കുന്നു. പക്ഷെ ശേഷം അവനോടൊപ്പം വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു. അവർ ഇനിയും ചെയ്യേണ്ട ഫൂളിഷ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യുകയാണ്. അപ്പോഴാണ് സിൽവിയെ അന്വേഷിച്ച് വെയ്സിന്റെ ഗാർഡുകൾ അങ്ങോട്ടേക്ക് വരുന്നത്. അവൾ വില്ലുമായി വെള്ളത്തിലുള്ള ഒരു ഗുഹയുടെ ഭാഗത്ത് ഒളിക്കുന്നു. നമ്മൾ പ്രശ്നത്തിലാകുന്നതിന് മുന്നേ തിരിച്ചു പോകാമെന്ന് സിൽവിയ വില്ലിനോട് പറയുന്നു. ശേഷം അവർ ബംഗ്ലാവിലേക്ക് എത്തി. സംശയം തോന്നാതിരിക്കാൻ 2 വാതിലുകളിലൂടെയാണ് അവർ ബംഗ്ലാവിൽ പ്രവേശിച്ചത്. വില്ലിനെ പോക്കർ കളിക്കാനായി വെയ്സ് ക്ഷണിക്കുന്നു. പക്ഷെ അപ്പോഴാണ് അങ്ങോട്ടേക്ക് ടൈം കീപ്പേഴ്സ് വരുന്നത്. വിൽ പുതുതായി വാങ്ങിയ കാറിന്റെ ലൊക്കേഷൻ മനസ്സിലാക്കിയാണ് അവർ വില്ലിനെ കണ്ടെത്തിയത്. വില്ലിനെ അവർ തങ്ങളുടെ ഓഫീസിലേക്ക് ചോദ്യം ചെയ്യാൻ കൊണ്ടുപോകുന്നു. അവൻ നടന്ന കാര്യങ്ങളെ പറ്റി പറയുന്നു. മുഴുവൻ സമയവും ഹെൻറി തനിക്ക് നൽകിയതാണെന്നും ശേഷം അയാൾ ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നും വിൽ അവരോട് പറയുന്നു. എന്നാൽ ടൈം കീപ്പേഴ്സ് അത് വിശ്വസിച്ചില്ല. അതുകൊണ്ട് തന്നെ അവന്റെ ഭൂരിഭാഗമുള്ള സമയവും അവർ എടുക്കുന്നു. ശേഷം 2 മണിക്കൂർ മാത്രമാണ് ബുക്കിങ്ങിനും പ്രോസസിങ്ങിനും അവശേഷിപ്പിച്ചത്. നിന്നെ കാണുമ്പോൾ എനിക്ക് നിന്റെ അച്ഛനെയാണ് ഓർമ്മ വരുന്നതെന്ന് ലിയോ വില്ലിനോട് പറയുന്നു. അച്ഛനെ വില്ലിനെ അധികം ഓർമ്മയില്ല. അതേസമയം പ്രശ്നം എന്താണെന്നറിയാൻ സിൽവിയയും വൈസും അങ്ങോട്ടേക്ക് വരുന്നു. ആ ഡിസ്ട്രാക്ഷൻ വന്ന സമയം വിൽ ടൈം കീപ്പേഴ്സിനെ അടിച്ച് താഴെയിട്ട് ഒരു തോക്കുമായി അവിടെ നിന്നും രക്ഷപ്പെടുന്നു. തോക്കുപയോഗിച്ച് സിൽവിയെ ഹോസ്റ്റേജ് ആക്കിയാണ് പുറകുവശത്തുള്ള വാതിലിലൂടെ വില്ലിന്റെ കാറിൽ രക്ഷപ്പെടുന്നത്. ലിയോ ആണെങ്കിൽ വില്ലിന്റെ പുറകെ സിറ്റി മുഴുവൻ കാറിൽ ചേസ് ചെയ്യുന്നുണ്ട്. വില്ലിന്റെ കാറിൽ പുറകെ വന്ന് ഇടിക്കാൻ വരെ ലിയോയ്ക്ക് സാധിച്ചു. വില്ലാണെങ്കിൽ കാർ പുറകിലോട്ട് ഓടിച്ച് മാനേജ് ചെയ്യുകയും ഒരു ട്രക്കിന് മുന്നിൽ വെച്ച് കാർ വെട്ടിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തു. എന്നാൽ ട്രക്ക് കണ്ട് പെട്ടെന്ന് കാർ മാറ്റാൻ പറ്റാതെ പോയതിനാൽ ലിയോയുടെ കാർ ട്രക്കിലിടിക്കുകയും തകരാറിലാവുകയും ചെയ്തു. അതോടെ വില്ല് രക്ഷപ്പെടുന്നു. ഗെറ്റോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വിൽ സിൽവിയയോട് അല്പം സംസാരിക്കണമെന്ന് പറയുന്നു. എന്നാൽ സിൽവിയ അവനെ സഹായിക്കാൻ തയ്യാറായില്ല. പാലത്തിലെത്തിയപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ക്യാമറ വിൽ ശ്രദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ റോഡിൽ ഉണ്ടായിരുന്ന സ്പൈക്ക് വിൽ ശ്രദ്ധിച്ചില്ല. കാർ അതിനു മുകളിലൂടെ കയറി ടയർ പഞ്ചറാകുകയും നിയന്ത്രണം വിട്ട കാർ മറിയുകയും ചെയ്യുന്നു. അതോടെ വില്ലിന്റെയും സിൽവിയയുടെയും ബോധം പോകുന്നു. അവരെ ഫോർട്ടിസും അവന്റെ ആൾക്കാരും കണ്ടെത്തുന്നു. സിൽവിയയുടെ കയ്യിൽ ഒരുപാട് സമയം കണ്ട ഫോർട്ടിസ് അവരുടെ സമയം മോഷ്ടിക്കുന്നു. അപ്പോഴേക്കും ടൈം കീപ്പേഴ്സ് അങ്ങോട്ടേക്ക് വരുന്ന സൈറൺ കേൾക്കുന്നു. അത് കേട്ട് ഗ്യാങ്സ്റ്റേഴ്സ് ഓടിക്കളയുന്നു. സിൽവിയയ്ക്ക് 1.5 മണിക്കൂർ മാത്രമാണ് അവശേഷിക്കുന്നത്. ബോധം വന്ന സിൽവിയ തന്റെ സമയം നഷ്ടപ്പെട്ടതറിഞ്ഞ് ആകെ ഭയക്കുന്നു. അവൾ വില്ലിനോട് സഹായിക്കാൻ പറയുന്നു. ഒടുവിൽ ടൗണിലേക്ക് പോകുന്നതിന് മുൻപ് വിൽ തന്റെ പക്കലുള്ള കുറച്ച് സമയം അവൾക്ക് കൊടുക്കുന്നു. അവർ പോയതിനു ശേഷം ടൈം കീപ്പേഴ്സ് അങ്ങോട്ടേക്ക് വരികയും കാർ പരിശോധിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവരുടെ പുറകെ പോകണമെങ്കിൽ ലിയോയ്ക്ക് തന്റെ ദിവസക്കൂലി വാങ്ങണം. കാരണം ആവശ്യമില്ലാതെ കൂടുതൽ സമയം ലിയോ തന്റെ പക്കൽ കൊണ്ടു നടക്കാറില്ല. അതുകൊണ്ട് തന്നെ വില്ലിന്റെ പുറകെ പോകണ്ട എന്ന് ലിയോൺ തീരുമാനിക്കുന്നു. കാരണം ലിയോയ്ക്ക് അറിയാം വിൽ ലിയോയെ കോണ്ടാക്ട് ചെയ്യുമെന്ന്. ശേഷം വിൽ ബൊറേലിന്റെ അടുത്ത് സഹായത്തിനായി പോകുന്നു. പക്ഷേ ഗ്രേറ്റ ആ ദുഃഖവാർത്ത അവനോട് പറയുന്നു. വളരെയധികം മദ്യപിച്ച ബൊറേൽ മരിച്ചു പോയിരുന്നു. മരിക്കുന്ന സമയത്ത് അയാളുടെ കയ്യിൽ 9 വർഷം സമയമുണ്ടായിരുന്നു. വില്ലിന്റെ ഒരു അവസ്ഥയെ 9 വർഷമാണ് വെറുതെ പോയത്. അത് കേട്ട് സിൽവിയ വീണ്ടും പരിഭ്രാന്തയായി. പക്ഷെ അവൾക്ക് ഫാൻസി ഓർണമെന്റ്സ് ഉള്ള കാര്യം വിൽ ശ്രദ്ധിക്കുന്നു. അതോടെ അവളുമായി ഷോപ്പിലേക്ക് പോകുന്നു. കടയാണെങ്കിൽ അടയ്ക്കാൻ പോവുകയായിരുന്നു. പക്ഷെ ഓർണമെന്റ്സ് അത്യാവശ്യം വിലയുള്ളതാണെന്ന് മനസ്സിലാക്കിയ കടയുടമ ഒടുവിൽ വാതിൽ തുറക്കുന്നു. മാത്രമല്ല അവരുടെ കയ്യിലുള്ള സമയം വളരെ കുറവാണെന്നും അയാൾ മനസ്സിലാക്കുന്നു. അവരുടെ അവസ്ഥ മുതലെടുത്ത അയാൾ 2 ദിവസം സമയം മാത്രമാണ് അവർക്ക് നൽകിയത്. പക്ഷെ വില്ലിനും സിൽവിയയ്ക്കും വേറെ വഴിയില്ലായിരുന്നു. മരിക്കാതിരിക്കാൻ വേണ്ടി അവർ സമ്മതിക്കുന്നു. ശേഷം ഒരു ഫോൺ ബൂത്തിലേക്ക് പോയ വിൽ സിൽവിയയെ കൊണ്ട് അവളുടെ വീട്ടിലേക്ക് വിളിപ്പിക്കുന്നു. അതുവഴി ലിയോണിനോട് സംസാരിക്കുകയായിരുന്നു വില്ലിന്റെ ലക്ഷ്യം. ലിയോണിനെ ഫോണിൽ കിട്ടിയ വിൽ 1000 വർഷങ്ങൾ
ഗെറ്റോയിലെ ടൈം ലൈനിലേക്ക് വിതരണം ചെയ്യാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ നീ നിന്റെ അച്ഛനെ പോലെയായി മാറുകയാണെന്ന് ലിയോൺ അവനെ വാൺ ചെയ്യുന്നു. മാത്രമല്ല നിന്റെ അച്ഛൻ നീ വിചാരിക്കുന്നത് പോലെ ടൈം ഫൈറ്റിലൂടെയല്ല മരിച്ചതെന്നും പറയുന്നു. അയാൾ ടൈം ഫൈറ്റിനേക്കാൾ അപകടകരമായ മറ്റൊരു കാര്യം ചെയ്യുകയായിരുന്നു. വില്ല് അത് കേട്ട് ഫോൺ കട്ട് ചെയ്യുന്നു. ലിയോൺ മോചനദ്രവ്യത്തെക്കുറിച്ച് സിൽവിയയുടെ മാതാപിതാക്കളോട് പറയുന്നു. വില്ല് ആവശ്യപ്പെട്ടത് വെയ്സിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ തുകയാണെങ്കിൽ പോലും തുക കൊടുക്കാൻ അയാൾ വിസമ്മതിക്കുന്നു. രാത്രി കിടക്കാൻ വിൽ സിൽവിയയെ തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകുന്നു. റേച്ചലിന്റെ പഴയ വസ്ത്രങ്ങൾ അവൾ തൽക്കാലത്തേക്ക് ഉപയോഗിക്കുന്നു. സിൽവിയ വില്ലിന്റെ അച്ഛനെ പറ്റി ചോദിക്കുന്നു. തന്റെ അച്ഛൻ വലിയൊരു ടൈം ഫൈറ്റർ ആയിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ ട്രിക്കുകളൊക്കെ തന്നെ പഠിപ്പിച്ചിരുന്നെന്നും വിൽ പറയുന്നു. ശേഷം സിൽവിയയുടെ കൈ പിടിച്ചുകൊണ്ട് എങ്ങനെയാണ് ടൈം ഫൈറ്റ് ചെയ്യുന്നതെന്ന് വിൽ പഠിപ്പിക്കാൻ തുടങ്ങി. എതിരാളി തന്നേക്കാൾ മുകളിലാണ് എന്ന് അയാൾക്ക് തോന്നുന്ന വിധമായിരിക്കണം കളിക്കേണ്ടത്. നമ്മുടെ സമയം ഏകദേശം തീരാറാകുന്നതുവരെ വെയിറ്റ് ചെയ്യുക. എതിരാളി നമ്മൾ മരിക്കാറാകുന്നത് കണ്ട് ശ്രദ്ധ തെറ്റുമ്പോഴേക്ക് പെട്ടെന്ന് കൈതിരിച്ച് മുഴുവൻ സമയവും എടുക്കുക. വിൽ ഇതുവരെ ചിന്തിച്ചിരുന്നത് അവന്റെ അച്ഛൻ ടൈം ഫൈറ്റിൽ മരിച്ചുപോയെന്നാണ്. പക്ഷെ ഇപ്പോൾ അവൻ കരുതുന്നത് അച്ഛനെ ആരോ കൊന്നതാണെന്നാണ്. കാരണം അവന്റെ അച്ഛന് കിട്ടിയത് മുഴുവൻ അയാൾ ദാനം ചെയ്തിരുന്നു. പിന്നീട് അവരുടെ 25ാമത്തെ പിറന്നാളിന് സംഭവിച്ച കാര്യങ്ങളെ പറ്റി അവർ തമ്മിൽ പറയുന്നു. കാരണം ഈ 25ാം വയസ്സിലാണല്ലോ കയ്യിൽ ടൈമർ ഓൺ ആകുന്നത്. വിൽ പുറത്തായിരിക്കുമ്പോഴാണ് വില്ലിന്റെ കയ്യിലെ ടൈമർ ഓൺ ആകുന്നത്. അപ്പോൾ തന്നെ അവന് 1 വർഷം നഷ്ടപ്പെട്ടു. കാരണം അവർക്കൊരു കടമുണ്ടായിരുന്നു. എന്നാൽ സിൽവിയയ്ക്ക് സമാധാനപരമായ ഒരു സായാഹ്നമായിരുന്നു ലഭിച്ചത്. ഉറക്കത്തിൽ നിന്ന് ഉണർന്ന അവൾക്ക് അച്ഛൻ 10 വർഷത്തോളം സമ്മാനിച്ചിരുന്നു. പിറ്റേ ദിവസം രാവിലെ ജനലിൽ കൂടി വിൽ ടൈം ലൈൻ ബിൽഡിംഗ് നോക്കുകയായിരുന്നു. പക്ഷെ അവിടെ ചാരിറ്റി ഒന്നും നൽകുന്നതായി വില്ലിന് തോന്നിയില്ല. കാരണം വെയ്സ് മോചനദ്രവ്യമായി ഒന്നും നൽകിയിട്ടില്ല. മോചനദ്രവ്യം നൽകാത്തത് കൊണ്ട് തന്നെ അച്ഛന് തന്നോട് സ്നേഹവും ഇല്ലെന്നോർത്ത് അവൾ വിഷമിക്കുന്നു. പക്ഷെ മറ്റുള്ളവരുടെ അവകാശങ്ങളെ തട്ടിയെടുത്താണ് തന്റെ അച്ഛൻ പണക്കാരനായതെന്ന് അവൾ പതിയെ മനസ്സിലാക്കുകയാണ്. വില്ല് അവളോട് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറയുന്നു. പക്ഷെ സിൽവിയ അത് നിരസിക്കുകയും നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവനെ കിസ് ചെയ്യുന്നു. എന്നാൽ അവൾക്ക് വീട്ടിലേക്ക് ഫോൺ വിളിക്കണമായിരുന്നു. വില്ല് അവരുടെ സ്വയരക്ഷയ്ക്കായി ഒരു തോക്ക് കയ്യിൽ കൊടുക്കുന്നു. ശേഷം അവൾ ഫോൺ ചെയ്യുന്നത് ദൂരെ നിന്നും വീക്ഷിക്കുന്നു. ഫോൺ എടുത്ത വെയ്സിനെ അവൾ കണക്കിന് ശകാരിക്കുന്നു. എന്നാൽ അവളുടെ ദേഷ്യത്തോടെയുള്ള സംസാരം അവഗണിച്ചുകൊണ്ട് നിന്നെ കൊണ്ടുവരാൻ ടൈം കീപ്പേഴ്സ് അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് അവൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. സിൽവിയ തിരിഞ്ഞപ്പോഴേക്കും ലിയോൺ വില്ലിന്റെ അടുത്തേക്ക് വരുന്നതും അവനെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതും കാണുന്നു. ഉടൻ തന്നെ തന്റെ കയ്യിലുള്ള തോക്കെടുത്ത് സിൽവിയ ലിയോണിന്റെ കയ്യിൽ ഷൂട്ട് ചെയ്യുന്നു. വിൽ ലിയോണിന്റെ ടൈമർ ചെക്ക് ചെയ്യുന്നു. അതുവഴി ടൈം കീപ്പേഴ്സ് മോഷ്ടാക്കളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അധിക സമയം കൊണ്ടു നടക്കാറില്ലെന്ന് വിൽ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ വിൽ തന്റെ കുറച്ച് സമയം ലിയോണിന് നൽകുന്നു. അതുവഴി കൂടെ ജോലി ചെയ്യുന്നവർക്ക് ലിയോണിനെ രക്ഷിക്കാനുള്ള സമയം ലഭിക്കും. ശേഷം വില്ലും സിൽവിയയും ലിയോണിന്റെ കാറിൽ രക്ഷപ്പെടുന്നു. ലിയോൺ അവിടെ നിന്ന് നടന്നു നീങ്ങുമ്പോഴേക്ക് സാധാരണ മനുഷ്യരെ സംരക്ഷിക്കാത്തതിന് അവിടെയുള്ളവർ ലിയോണിനെ കളിയാക്കുകയും ചീത്ത പറയുകയും ചെയ്യുന്നു. ആളുകൾ ക്ഷുഭിതരാകുന്നതിന് മുന്നേ ലിയോണിന്റെ കൂടെയുള്ളവർ അവിടെ എത്തുകയും അയാളെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. നമുക്കൊരു പോലീസ് കാറിൽ ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ സാധിക്കില്ലെന്ന് സിൽവിയ പറയുന്നു. ഇത് കേട്ട് വില്ലിന് ഒരു ഐഡിയ തോന്നുന്നു. വില്ലൊരു ടൈം കീപ്പർ എന്ന വ്യാജന റോഡിൽ നിന്നുകൊണ്ട് അതുവഴി വന്ന ഒരു കാർ തടയുന്നു. ശേഷം ധനികയായ ആ യുവതിയുടെ ആഭരണങ്ങളും കൂടാതെ ഏകദേശം ഒരു ദിവസത്തേക്കുള്ള സമയം മാത്രം അവശേഷിപ്പിച്ചിട്ട് ബാക്കി സമയം മുഴുവൻ മോഷ്ടിക്കുന്നു. പിന്നീട് അവരുടെ കാറുമായി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ടൗണിൽ നിന്നും വളരെ അകലെ എത്തിയ ശേഷം കാർ നിർത്തിയിട്ട് അവർ ന്യൂസ് കാണുന്നു. ന്യൂസിൽ നിന്നും അവർ ഇപ്പോൾ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുള്ളവരാണെന്ന് മനസ്സിലാക്കുകയാണ് വില്ലും സിൽവിയയും. ഇത് കണ്ട വിൽ വീണ്ടും അവളോട് തിരികെ പോകാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ അവൾ പിന്നെയും തിരിച്ചു പോകില്ല എന്ന് തന്നെ മറുപടി പറയുന്നു. കാരണം തന്റെ മുൻപത്തെ ജീവിതത്തെക്കാൾ എനിക്ക് സംതൃപ്തി തരുന്നത് ഈ ജീവിതമാണെന്ന് സിൽവിയ വില്ലിനോട് പറയുന്നു. അതേസമയം വെയ്സ് എല്ലാം കൺട്രോളിലാണെന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നും തന്റെ ഇൻവെസ്റ്റേഴ്സിനോട് കള്ളം പറയുന്നു. ലിയോൺ അങ്ങോട്ടേക്ക് വരികയും ഇനി ഇതൊരു കിഡ്നാപ്പിംഗ് കേസല്ല എന്നും സിൽവിയയും ഒരു ക്രിമിനൽ ആണെന്നും ലിയോൺ അയാളോട് പറയുന്നു. കാരണം സിൽവിയ ലിയോണിന് വെടിവെച്ചല്ലോ. അതോടെ അവളും പിടികിട്ടാപ്പുള്ളിയായി മാറിയിരിക്കുകയാണ്. വെയ്സ് ആണെങ്കിൽ ലിയോണിന് കൈക്കൂലി കൊടുത്ത് അയാളുടെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചു. പക്ഷെ ലിയോൺ അത് നിരസിക്കുകയും ഇനി സിൽവിയ വെയ്സിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ അപ്പോൾ തന്നെ ടൈം കീപ്പേഴ്സിനെ അറിയിക്കണമെന്നും അല്ലെങ്കിൽ അവരുടെ കൂട്ടാളിയായി കണ്ട് വെയ്സിനെ അറസ്റ്റ് ചെയ്യുമെന്നും ഓർമ്മിപ്പിക്കുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് സിൽവിയയും വില്ലും കൂടി കാർ നിർത്തിയിട്ട് സംസാരിക്കുന്നതാണ്. നിനക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നെങ്കിൽ നീ അത് ശരിക്കും പാവങ്ങൾക്ക് കൊടുക്കുമായിരുന്നോ എന്ന് സിൽവിയ ചോദിക്കുന്നു. കൊടുക്കുമെന്ന് തന്നെ വില്ല് ഉത്തരം നൽകിയപ്പോൾ അവൾ ഒരു പ്ലാൻ വില്ലിനോട് പറയുന്നു. അവർ വെയ്സിന്റെ പണം മോഷ്ടിക്കാൻ തീരുമാനിക്കുന്നു, അതായത് സമയം. ശേഷം അവർ രണ്ടുപേരും കൂടി വെയ്സ് ടൈം ട്രക്ക് മോഷ്ടിച്ചുകൊണ്ട് ടൈം ബാങ്കിലേക്ക് ഇടിച്ചു കയറ്റുന്നു. അവിടെ നിന്നും അവർക്ക് പറ്റാവുന്നത്ര ടൈം ക്യാപ്സ്യൂളുകൾ അവർ കൈക്കലാക്കുന്നു. ബാക്കി ക്യാപ്സ്യൂളുകൾ ഗെറ്റോയിലെ ആളുകൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി വിട്ടുകൊടുക്കുന്നു. ടൈം കീപ്പേഴ്സ് എത്തിയപ്പോഴേക്കും അവിടെയൊന്നും മിച്ചമില്ലായിരുന്നു. വൈകുന്നേരം അലക്കിയിട്ട തുണിയെടുക്കാൻ വന്ന ഗ്രെറ്റ അവൾക്കായി വിൽ മാറ്റി വെച്ചിരുന്ന ടൈം ക്യാപ്സ്യൂളുകൾ കാണുന്നു. കൂടാതെ തെരുവിൽ കിടന്നുറങ്ങിയായിരുന്ന മിയയ്ക്കും വിൽ ആവശ്യത്തിനുള്ള സമയം കൊടുക്കുന്നു. ബാക്കി ടൈം ക്യാപ്സ്യൂളുകൾ ടൈം ലൈൻ ബിൽഡിംഗിലേക്ക് കൊണ്ടുപോകുകയും ആവശ്യമുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി അവിടെയുള്ള ക്ലർക്കിനെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. അതേസമയം ടൈം കീപ്പേഴ്സിന്റെ ഓഫീസിലിരുന്നു കൊണ്ട് അസാധാരണമായി ചില സ്ഥലങ്ങളിൽ കൂടുതൽ ടൈം വന്നത് ലിയോൺ മുന്നിലുള്ള സ്ക്രീനിൽ ശ്രദ്ധിക്കുന്നു. വിൽ ശരിക്കും ആളുകളെ സഹായിക്കുന്നതിന് പകരം വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്ന് ലിയോൺ ചിന്തിക്കുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ഫോർട്ടിസ് ഒരാളെ മോഷ്ടിക്കാൻ ശ്രമിക്കുന്നു.
ശ്രമിക്കുകയാണ്. പക്ഷെ അയാൾ വിചാരിച്ചതുപോലെയല്ല, അയാളുടെ കയ്യിൽ ഒരു തോക്കുണ്ടായിരുന്നു. അത് കണ്ട ഫോർട്ടിസ് അയാളെ വെറുതെ വിടുന്നതായി അഭിനയിച്ച് അവിടെ നിന്നും പോകുന്നു. പക്ഷെ പുറകിൽ നിന്നും ഫോർട്ടിസ് അയാളെ വെടിവെച്ച് വീഴ്ത്തുന്നു. പക്ഷെ ഫോർട്ടിസ് അയാളുടെ ടൈമർ ചെക്ക് ചെയ്തപ്പോൾ ആകെ നിരാശനായി. കാരണം ഒരുപാട് സമയം അയാളുടെ പക്കലുണ്ടായിരുന്നു. വില്ലും സിൽവിയയും ആ പ്രദേശത്തുള്ള എല്ലാ ടൈം ബാങ്കുകളും കവർച്ച ചെയ്യാൻ തുടങ്ങി. അവർ മോഷ്ടിക്കുന്ന ദൃശ്യങ്ങൾ TV ന്യൂസുകളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. തന്റെ മകൾ തന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണോ എന്ന ആശങ്ക അയാൾ ഭാര്യയുമായി പങ്കുവെക്കുന്നു. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ മകളെ ശ്വാസം പിടിച്ച് മുൻപേ കൊന്നുകളഞ്ഞിരുന്നു എന്ന് ഭാര്യ അയാളോട് പറയുന്നു. കാരണം എപ്പോഴും ഗാർഡ്സുകൾ സിൽവിയുടെ കൂടെ ഉണ്ടായിരുന്നു. സമാധാനത്തോടെ ജീവിക്കാൻ അവൾക്ക് സാധിച്ചിരുന്നില്ല. ഒരാഴ്ചയ്ക്ക് ശേഷം ലിയോണും കൂട്ടരും വില്ലിന്റെ അപ്പാർട്ട്മെന്റ് കണ്ടെത്തുന്നു. ശേഷം അവനെ അറസ്റ്റ് ചെയ്യാൻ കെട്ടിടത്തിലേക്ക് കയറുകയാണ്. എന്നാൽ അവർ പുറത്തു വന്നത് മനസ്സിലാക്കിയ വിൽ സിൽവിയയോടൊപ്പം അവിടെ നിന്നും ഓടുന്നു. ശേഷം അടുത്ത ഫ്ളാറ്റിനുള്ളിലേക്ക് കയറി ബിൽഡിങ്ങിന് പുറകിലുള്ള വാതിലിലൂടെ താഴേക്ക് ചാടി രക്ഷപ്പെടുന്നു. താഴെയുള്ള കാറിന് മുകളിലേക്കാണ് അവർ വീണത്. അതുകൊണ്ട് കാര്യമായി പ്രശ്നങ്ങളൊന്നും സംഭവിച്ചില്ല. എന്നാൽ ലിയോൺ അവര് വന്ന വഴിയെ തന്നെ വരികയും അവരെ ടൗണിലൂടെ പിന്തുടരുകയും ചെയ്യുന്നുണ്ട്. അവസാനം അവർ രണ്ടുപേരും ഓടി ഓടി ഒരു ബിൽഡിങ്ങിന് മുകളിലെത്തി. ലിയോൺ അവരെ വെടിവെക്കുവാൻ തുടങ്ങി. വില്ലും തിരികെ വെടിവെക്കുന്നു. അവർ വേഗം ബിൽഡിങ്ങിന്റെ റൂഫിൽ നിന്നും ഇറങ്ങുകയും ഒരു ബസ്സിൽ കയറുകയും ചെയ്യുന്നു. എന്നാൽ അവരുടെ ചിത്രം പിടികിട്ടാപ്പുള്ളികൾ എന്ന നിലയിൽ ആ ബസ്സിൽ അവർ കാണുന്നു. ഡ്രൈവർ അവരെ പോലീസിൽ ഏൽപ്പിക്കാൻ ശ്രമിച്ചപ്പോഴേക്കും വില്ല് അയാൾക്ക് കൈക്കൂലിയായി സമയം നൽകുന്നു. അതോടെ അയാൾ ബസ് മുന്നോട്ടെടുക്കുകയും ലിയോണിനെ അവരെ പിന്തുടരാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നു. മണിക്കൂറുകൾക്ക് ശേഷം വില്ലും സിൽവിയയും ഒരു ഹോട്ടലിലെത്തുന്നു. ശേഷം കൂടുതൽ പണം നൽകി എല്ലാ മുറികളും ബുക്ക് ചെയ്യുന്നു. ആരോടും പറയാതിരിക്കാൻ റിസപ്ഷനിസ്റ്റിനും കൈക്കൂലി നൽകുന്നു. പുതിയൊരാൾ ആ ഹോട്ടലിലേക്ക് മുറി ബുക്ക് ചെയ്യാൻ വന്നതും ഹോട്ടലിലെ എല്ലാ മുറിയും ബുക്കായി പോയെന്ന് റിസപ്ഷനിസ്റ്റ് അറിയിക്കുന്നു. പക്ഷേ വില്ലും സിൽവിയയും മുകളിലേക്ക് കയറിപ്പോകുന്നത് അയാൾ ശ്രദ്ധിച്ചിരുന്നു. വില്ലിന്റെയും സിൽവിയയുടെയും വിവരങ്ങൾ ലഭിക്കാൻ വേണ്ടി ഫോർട്ടിസും അയാളുടെ സംഘവും സ്ട്രീറ്റിലെ ആളുകളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ആദ്യം ജനങ്ങൾ മിണ്ടിയില്ല, കാരണം അവർക്ക് പണം നൽകി അവരെ സഹായിച്ചത് വില്ലാണല്ലോ. പക്ഷേ ഫോർട്ടിസ് കൺമുന്നിൽ ഒരാളെ കൊല്ലുന്നത് കണ്ട് എല്ലാവരും ഭയക്കുന്നു. നേരത്തെ ഹോട്ടലിൽ വന്നയാളും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ഫോർട്ടിസ് ഒരാളെ കൊല്ലുന്നത് കണ്ട് പേടിച്ച അയാൾ വില്ലിനെയും സിൽവിയെയും ഹോട്ടലിൽ കണ്ട കാര്യം അവരോട് പറയുന്നു. തങ്ങളുടെ തലയ്ക്ക് 10 വർഷമാണ് വിലയിട്ടിരിക്കുന്നതെന്ന് ഹോട്ടൽ റൂമിൽ നിന്നും പുറത്തേക്ക് നോക്കിയ വിൽ മനസ്സിലാക്കുന്നു. എന്നാലുണ്ടല്ലോ അത് വളരെ കുറഞ്ഞു പോയല്ലോ എന്നാണ് അവർ വിചാരിക്കുന്നത്. പെട്ടെന്ന് ഫോർട്ടിസും സംഘവും അവരുടെ മുറിയിലേക്ക് ഇടിച്ചു കയറുകയും രണ്ടുപേരെയും തോക്കിൻ മുന്നിൽ നിർത്തുകയും ചെയ്യുന്നു. ടൈം കീപ്പേഴ്സ് തന്നെ അന്വേഷിക്കുന്നില്ലെന്നും, കാരണം ഞാൻ എന്റെ ആൾക്കാരിൽ നിന്ന് മാത്രമാണ് സമയം മോഷ്ടിക്കുന്നത്, അതുകൊണ്ട് തന്നെ എല്ലാം എനിക്ക് നേരെയാക്കണം, എനിക്ക് ആളുകളെ നേരിട്ട് കൊല്ലുന്നതിനോട് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അയാൾ വില്ലിനെ ടൈം ഫൈറ്റിന് ക്ഷണിക്കുന്നു. വില്ല് അവന്റെ അച്ഛൻ പറഞ്ഞു കൊടുത്ത ട്രിക്ക് അവിടെ ഉപയോഗിക്കുന്നു. ഫോർട്ടിസ് തന്റെ ടൈമറിൽ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് വിൽ ഫോർട്ടിസിന് ടൈം എടുക്കാൻ തുടങ്ങി. ഇത് കണ്ട് ഷോക്കായി ഗാർഡുകൾ അങ്ങോട്ടേക്ക് വരികയും ഈ അവസരം മുതലാക്കി വിൽ എല്ലാവരെയും കൊല്ലുകയും ചെയ്യുന്നു. ടൈം കീപ്പേഴ്സ് അങ്ങോട്ടേക്ക് എത്തിയപ്പോഴേക്കും വില്ലും സിൽവിയയും രക്ഷപ്പെടുന്നു. ചില സോണുകളിൽ കൂടുതലായി എത്തിയ ടൈം തിരികെ പിടിക്കാൻ വിലയും ലോൺ റേറ്റുകൾ ഉയർത്തുന്നത് വില്ല് ശ്രദ്ധിക്കുന്നു. അതായത് അവരുടെ ചെറിയ മോഷ്ടിക്കൽ കൊണ്ട് ഒന്നും ശരിയാകുന്നില്ല. അവർക്ക് ലക്ഷക്കണക്കിന് വർഷം ടൈം മോഷ്ടിച്ചാലേ ചെറിയൊരു മാറ്റമെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കൂ. ഭാഗ്യവശാൽ അങ്ങനെ ഒരുപാട് ടൈം മോഷ്ടിക്കേണ്ട സ്ഥലം സിൽവിയയ്ക്ക് അറിയാമായിരുന്നു. അതേസമയം മറ്റൊരിടത്ത് വെയ്സ് ആകെ അസ്വസ്ഥനാണ്. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം രാവിലെ കൂടുതൽ ഗാർഡ്സുകളെയും കൊണ്ടാണ് അയാൾ ജോലിക്ക് പോകുന്നത്. പക്ഷെ പെട്ടെന്ന് അവിടേക്ക് വന്ന സിൽവിയയെ കണ്ട് ഗാർഡ്സുകളെല്ലാം അവളുടെ നേരെ തോക്ക് ചൂണ്ടുന്നു. പക്ഷെ താൻ സറണ്ടർ ചെയ്യാനാണ് ഇങ്ങോട്ട് വന്നതെന്ന് സിൽവിയ അവരെ അറിയിക്കുന്നു. വെയ്സ് അവളെ വിശ്വസിക്കുന്നു. എന്നാൽ ഈ സമയം കൊണ്ട് വിൽ വെയ്സിന്റെ പുറകിലെത്തുകയും അയാളെ തോക്കിൻ മുന്നിൽ നിർത്തുകയും ചെയ്യുന്നു. ശേഷം വെയ്സിനെ ബന്ദിയാക്കി അയാളുടെ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നു. അയാളുടെ ഓഫീസിലെ സേഫ് തുറപ്പിച്ച ശേഷം അതിൽ സൂക്ഷിച്ചിരുന്ന 10 ലക്ഷം വർഷങ്ങൾ മൂല്യമുള്ള ടൈം ക്യാപ്സ്യൂൾ അവർ കൈക്കലാക്കുന്നു. ഒരു വർഷം വെച്ച് 10 ലക്ഷം പേർക്ക് നൽകുന്നത് അവരുടെ പ്രശ്നങ്ങൾ വഷളാക്കുകയുള്ളൂ. റോങ് ടൈം സോണിൽ ഇത്രയും ടൈം നിക്ഷേപിച്ചാൽ ആ സിസ്റ്റം തകരുമെന്ന് വെയ്സ് വില്ലിനോട് പറയുന്നു. അത് തന്നെയാണ് എനിക്ക് വേണ്ടതെന്ന് വിൽ വെയ്സിനോടും പറയുന്നു. വെയ്സിനെ അയാളുടെ തന്നെ ഓഫീസിൽ ലോക്ക് ചെയ്ത ശേഷം വില്ലും സിൽവിയയും രക്ഷപ്പെടുന്നു. ഈ വിവരം അറിഞ്ഞ ലിയോണും സംഘവും ഉടൻ തന്നെ അവരെ പിടികൂടാനായി കാറിൽ പാഞ്ഞു പോവുകയാണ്. അവർ ഗെറ്റോയിലേക്ക് പോകുന്നത് തടയാനായി ടൈം കീപ്പേഴ്സ് അവർ ടൈം സോൺ കടക്കുന്നതിന് മുൻപുള്ള പാലം ബ്ലോക്ക് ചെയ്യുന്നു. അതേസമയം ലിയോൺ അവരെ പിന്തുടരുന്നുണ്ടായിരുന്നു. വില്ലും സിൽവിയയും പാലത്തിന് മുന്നിൽ എത്തിയപ്പോഴേക്കും ടൈം കീപ്പേഴ്സ് അവർക്ക് നേരെ വെടിയുതിർക്കാൻ തുടങ്ങി. എന്നാൽ ബുള്ളറ്റുകളെ അവഗണിച്ചുകൊണ്ട് വിൽ അവർക്കിടയിലൂടെ കാർ അതിവേഗത്തിൽ ഓടിച്ചു. അങ്ങനെ അവർ ടൈം സോൺ കടന്ന് ഗെറ്റോയിലെത്തി. അതേസമയം ലിയോൺ മറ്റൊരു വഴിയിലൂടെ വരികയും അയാളുടെ കാർ വില്ലിന്റെ കാറിൽ കൊണ്ടിടിക്കുകയും ചെയ്യുന്നു. വിൽ വേഗം കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയും മില്യൺ വർഷങ്ങൾ മൂല്യമുള്ള ടൈം ക്യാപ്സ്യൂൾ മായയ്ക്ക് നൽകുകയും ചെയ്യുന്നു. ശേഷം അവർ ലിയോണിന് മുന്നിൽ കീഴടങ്ങുന്നു. അവർ കീഴടങ്ങിയതോടെ ലിയോൺ സ്വയം ജയിച്ചെന്ന് വിചാരിക്കുന്നു. പക്ഷെ അപ്പോഴേക്കും എല്ലാവർക്കും ആവശ്യമായ ടൈം അവൈലബിൾ ആണെന്ന് ടൈം ലൈൻ ബിൽഡിംഗിൽ നിന്നും അറിയിപ്പ് വരുന്നു. അതോടെ ജനങ്ങളെല്ലാം ആ കെട്ടിടത്തിന് മുന്നിൽ തടിച്ചുകൂടുന്നു. ആ സ്ട്രീറ്റ് മുഴുവൻ ആളുകളെ കൊണ്ട് നിറയുകയും ലിയോണിന്റെ വഴി തടസ്സപ്പെടുകയും ചെയ്യുന്നു. അതോടെ സിൽവിയയ്ക്കും വില്ലിനും രക്ഷപ്പെടാനുള്ള സമയം ലഭിക്കുന്നു. തന്റെ മുന്നിൽ വന്ന ആളുകളെ തള്ളിമാറ്റി അയാൾ തന്റെ കാറിനുള്ളിലേക്ക് കയറിയ ശേഷം അവരെ പിന്തുടരുന്നു. വില്ലും ലിയോണും മറ്റൊരു ബാരിയർ കടന്നു പോകുന്നു. അപ്പോഴേക്കും കാർ ആ വഴി കൊണ്ടുപോകാൻ സാധിക്കാത്തതിനാൽ ലിയോണിനെ കാറിൽ നിന്നും ഇറങ്ങി അവരുടെ പുറകെ ഓടേണ്ടി വന്നു. ഒടുവിൽ ലിയോൺ വില്ലിന്റെ മുന്നിലെത്തുകയും
അവരെ തടയുകയും ചെയ്യുന്നു. ലിയോൺ ഗെറ്റോയിൽ നിന്നും വന്നതാണെന്ന് വിൽ അനുമാനിക്കുന്നു. ലിയോ അത് സമ്മതിക്കുന്നു. മാത്രമല്ല താൻ ഒരുപാട് അധ്വാനിച്ചിട്ടാണ് ഗെറ്റോയുടെ പുറത്തേക്ക് വന്നതെന്നും വില്ലിനോട് പറയുന്നു. ശേഷം ലിയോൺ അവരെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. നിങ്ങൾ തോക്ക് ചൂണ്ടി അറസ്റ്റ് ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ലെന്നും കാരണം ഞങ്ങൾക്ക് ഇനി കുറച്ച് സമയമേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ എന്തായാലും ഞങ്ങൾ മരണപ്പെടുമെന്നും വിൽ അയാളോട് പറയുന്നു. ഇത് കണ്ട ലിയോൺ തന്റെ ടൈമറിലേക്ക് നോക്കുന്നു. അപ്പോഴാണ് ലിയോണിനും ഇനി അധികം സമയമില്ല എന്ന കാര്യം അയാൾ മനസ്സിലാക്കുന്നത്. കാരണം അയാളുടെ സാലറി അയാൾ വാങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോഴേക്ക് ലിയോണിന്റെ സമയം തീരുകയും അവരുടെ മുൻപിൽ വെച്ച് തന്നെ ലിയോൺ മരിക്കുകയും ചെയ്യുന്നു. വില്ലിനും സിൽവിയയ്ക്കും ഇനി സെക്കൻഡുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അവർ പരസ്പരം കിസ് ചെയ്തുകൊണ്ട് ഗുഡ് ബൈ പറയുന്നു. പക്ഷെ അപ്പോഴേക്കും ടൈം കീപ്പേഴ്സിന്റെ വാഹനത്തിൽ സമയമുണ്ടാകുമെന്ന് മനസ്സിലാക്കിയ വിൽ വാഹനത്തിനടുത്തേക്ക് ഓടുന്നു. കാറിൽ നിന്നും വിൽ അവൻ ആവശ്യമായ സമയം എടുക്കുന്നു. സിൽവിയ വില്ലിന്റെ അത്രയും ഫാസ്റ്റ് അല്ലാത്തതിനാൽ അവൾ എത്തുന്നതിന് മുന്നേ മരണപ്പെടുമെന്ന് ഭയക്കുന്നു. എന്നാൽ വിൽ തിരികെ സിൽവിയയുടെ അടുത്തേക്ക് ഓടുകയും ഒടുവിൽ അവളുടെ അടുത്തെത്തി ടൈം ഷെയർ ചെയ്ത് മരണത്തിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു. അതേസമയം കമ്പനിയിൽ വെയ്സ് എല്ലാം ഉപേക്ഷിക്കുന്നു. ഇത് സംബന്ധിച്ച് ഒന്നും ചെയ്യേണ്ടെന്നും എല്ലാം അവസാനിച്ചുവെന്നും ജോലിക്കാരോട് അയാൾ പറയുകയാണ്. ജനങ്ങളെല്ലാം തെരുവിലേക്ക് ഇറങ്ങിയാണെന്ന വിവരം എല്ലാ വാർത്താ ചാനലുകളും പ്രക്ഷേപണം ചെയ്യുന്നു. ഫാക്ടറികളെല്ലാം പ്രവർത്തനം നിർത്തി. ജനങ്ങളെല്ലാം ഓരോ സോണുകൾ കടന്ന് ന്യൂ ഗ്രീൻവിച്ചിലേക്കുള്ള യാത്രയിലാണ്. എല്ലാം നിയന്ത്രണത്തിൽ തന്നെയാണെന്ന് അധികാരികൾ പറയുമ്പോഴും സിസ്റ്റം തകരുകയാണെന്ന് എല്ലാവർക്കും അറിയാം. വില്ലിനെയും സിൽവിയെയും ആരും പിടിച്ചില്ല. പഴയ സിസ്റ്റം തിരിച്ചു വരാതിരിക്കാൻ അവർ വീണ്ടും വീണ്ടും വലിയ ബാങ്കുകൾ കൊള്ളയടിക്കാൻ തുടങ്ങി. ഇതോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്.